ഡേ പഴയിടത്തിൻ്റെ ഫുഡ് കഴിക്കാനുള്ള തിരക്കുണ്ടല്ലോ, കാലുകുത്താൻ സ്ഥലമില്ല, പന്യായ ആളാണ്. കഴിഞ്ഞ തവണ ഞാൻ വിചാരിച്ചായിരുന്നു പഴയിടത്തിൻ്റെ ഫുഡൊന്ന് കഴിക്കണമെന്ന്, കാരണം അത്രയ്ക്ക് വാർത്തയിലൊക്കെ നിറഞ്ഞിരുന്നല്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ തവണ കോഴിക്കോടാണ്ട് കഴിക്കാൻ പറ്റിയില്ല. ഇപ്പം കൊല്ലത്ത് വന്നപ്പോൾ ഞാൻ ആദ്യം പ്ലാൻ ചെയ്ത് തന്നെ ഇത് തന്നെയായിരുന്നു. ഞാനും ഇതുവരെ പഴയിടത്തിൻ്റെ ഫുഡ് കഴിച്ചിട്ടില്ല, കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. വിവാദങ്ങളൊക്കെ നമ്മളിപ്പോഴും വാർത്തകൾ കേൾക്കും, പക്ഷെ ഇതുവരെ പുള്ളിയുടെ രുചിക്കൂട്ട് അറിയാൻ പറ്റിയിട്ടില്ല. ആദ്യമായിട്ട് നമ്മൾ കഴിക്കാൻ പോവുകയാണ്. പഴയിടത്തിന്റെ അവിയലിന്റെയും പായസത്തിന്റെ ടേസ്റ്റ് നമ്മളറിയാം. ആ ചേച്ചി വിളമ്പുന്നതിന്റെ തിരക്കിലാണ് നമുക്ക് കഴിക്കാൻ വേണ്ടി. അപ്പൊ നമുക്ക് ഇരുന്നാലോ? അതെ അതെ. പഴയിടത്തിന്റെ റെസിപ്പിയിൽ ഏറ്റവും പ്രധാന അവിയലാണെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയായിരിക്കും അല്ലേ? സെറ്റ് സൂപ്പർ സാധനമാണ്. പൊളിയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിയലും പായസമാണ് മെയിൻ. അപ്പൊ ഇനി കഴിച്ചിട്ട് ബാക്കി നോക്കാം. ഓക്കെ. എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടോ. ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കണം. ശരിയാ, അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ പൊതിഞ്ഞിട്ടാ ഞങ്ങൾ വീട്ടിൽ കൊണ്ട് ചെന്നോളാം അല്ലേ? തിന്നു കുടിക്കാൻ മാത്രമായിട്ട് പഴയിടത്തിന്റെ ഫുഡ് കഴിച്ചോ? കഴിച്ചു. എങ്ങനെയുണ്ട് സാധനം? അടിപൊളി ഫുഡായിരുന്നു. ഇനിയിപ്പോ അടുത്ത 3:30 ചായ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഫുഡിന്റെ സമയം തീരാനായി. സത്യം നല്ല സ്വാദാണ്. നല്ല സ്വാദ്. പായസം ഉണ്ടായിരുന്നു, മോരൊക്കെ ഉണ്ട്, ഉസാറാണ്. നല്ല ഫുഡായിരുന്നു. ചേട്ടാ ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് നല്ല ഫുഡാണ്. നല്ല ഫുഡാ. ഇവർക്ക് കഴിച്ചാൽ പിന്നെ കഴിക്കണം തോന്നുന്നു. അത്രയും വലിയ ആളാണല്ലോ പാചകം ചെയ്യുന്നത്, അതുകൊണ്ട് എന്തായാലും. ചേട്ടാ പായസം എങ്ങനെയുണ്ട്? ഇപ്പോൾ രുചി കൂടും, കാരണം ഞങ്ങൾ ഹയർ സെക്കൻഡറി നാടകം ഗംഭീരമായിട്ട് കളിച്ചിറങ്ങി വരികയാണ്. ഇപ്പോൾ പായസം കൂടെ കിട്ടിയപ്പോൾ ഇരട്ടി മധുരമായി. സന്തോഷം, ഗംഭീരം. അടിപൊളി ഫുഡാ, അടിപൊളി ഫുഡാ. നല്ല ഫുഡാ, നല്ല ഫുഡാ. ഇഷ്ടപ്പെട്ടു. അടിപൊളി, നല്ല ഫുഡാ. പായസം നല്ല പായസം. ആ ഓക്കെ. വളരെ തിരക്കാണ്. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വളരെ അഭിമാനകരമായ ഒരു ദിവസമാണ്. കാരണം ആരും അവരുടെ ആരോഗ്യമോ ഒന്നും നോക്കാതെ വളരെ നല്ല രീതിയിൽ എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളും അധ്യാപികമാരും വളരെ കഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല രീതിയിൽ തൃപ്തികരമായിട്ടാണ് ഇവിടുന്ന് ഭക്ഷണം കൊടുത്തത്. ഒരു കൗണ്ടറിൽ പായസം ഇല്ലെങ്കിൽ അടുത്ത കൗണ്ടറിൽ ഞങ്ങൾ ഓടിപ്പോയി പായസം എടുത്തു കൊടുത്തു. വളരെ സന്തോഷകരമായിട്ട് 20,000 പേരിലധികം ഭക്ഷണം കൊടുത്തു എന്നാണ് ഇപ്പം ഞങ്ങൾക്ക് കണക്ക് കിട്ടിയിരിക്കുന്നത്. വളരെ നല്ല അഭിപ്രായമാണ്. ഞങ്ങൾ ഇന്നലെയാണ് ഇവിടെ എത്തിയത്. ഭക്ഷണം ഇന്നലെ ഉച്ച മുതൽ ഈ സമയം വരെയുള്ള എല്ലാ ഭക്ഷണവും ഇവിടെ തന്നെ കഴിച്ചത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള ഭക്ഷണമാണ്. കണ്ണൂരിൽ നിന്ന് വന്നതാണ്. അടിപൊളിയായിട്ട് പോകുന്നു. ക്രമീകരണങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ഇത്രത്തോളം ആളുകൾ വന്നിരുന്നിട്ട് പോലും എവിടെയും ഒരു പ്രയാസമില്ലാതെ, സമയം കുറച്ച് വൈകിയെങ്കിലും എവിടെയും ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലാണ് എല്ലാ ക്രമീകരണം നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും സംഘാടകർ അഭിനന്ദനം അറിയിക്കുന്നു. സ്റ്റാർട്ടിംഗ് ഡേ മുതലുണ്ട്. ഇന്നലെയും കഴിച്ചു, ഇന്നും കഴിച്ചു. നല്ല അടിപൊളി ഭക്ഷണം, വേറെ ഒന്നും പറയാനില്ല. ഇന്ന് ഏകദേശം 20,000-ൽ പുറത്ത് അധ്യാപക വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 3,000-ഓളം പേർക്ക് പാഴ്സൽ നമ്മൾ ക്രമീകരിച്ചു. ഏതാണ്ട് 25,000-ഓളം പേർക്കുള്ള ഭക്ഷണമാണ് നമ്മൾ കൊടുക്കാൻ സാധിച്ചത്. അക്കാര്യത്തിൽ അഭിമാനമുണ്ട്. അടിപൊളി ഫുഡാണ്, അടിപൊളി ഫുഡാണ്. വളരെ ഭംഗിയായിട്ടത് ഫുഡ് നല്ലതാണ്. അതിൻ്റെ വിളമ്പുന്ന രീതിയും അതിൻ്റെ സംഘാടനവും എല്ലാം വളരെ മെച്ചപ്പെട്ട രീതിയിൽ, യാതൊരു പരാതിക്കും ഇട കൊടുക്കാതെ. ഇതുവരെ യാതൊരു ആക്ഷേപവും ഇല്ല. ആക്ഷേപം ഇതുവരെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, വരുന്ന വഴിയിൽ ആളുകൾക്ക് ഒരു ആശ്വാസം കിട്ടത്തക്ക രീതിയിൽ പാട്ടും സംഗീതവും ഒക്കെ ആയിട്ടുള്ള ഒരു ലൈവ് പ്രോഗ്രാമും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഒരു ഘട്ടത്തിലും ആളുകൾക്ക് ഒരു മുഷിപ്പ് തോന്നാത്ത രീതിയിൽ വളരെ ഭംഗിയായിട്ട് ഇത് ക്രമീകരിച്ചു. നല്ലായിരുന്നു, സൂപ്പറായിരുന്നു.